അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ജാമിയ വരെ ഇന്നലെ പറഞ്ഞു. മദ്രസൻ്റെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ മോൾ, മൊത്തത്തിൽ മാളിന് മോൾ എന്ന് പറയും. അത് ഇംഗ്ലീഷിനെ അറബീകരിച്ചിട്ടാണ് പറയുന്നത്. സൂക്ക് എന്നാണ് ശരിക്കും അറബി. ഒരു മഷാൽ, പെണ്ണുങ്ങൾക്ക് ഇവിടെ വളരെ അത്യാവശ്യമായ ഒന്നാണ് ബ്യൂട്ടി പാർലർ. മഷാൽ എന്നാണ് അവർക്ക് പറയുന്നത്. മഗ്സല, മഷഗൽ വേറെ, മഗ്സല വേറെ. മഗ്സല എന്ന് പറഞ്ഞാൽ പൊതുവെ ലാൻഡ്രിക്കാണ് പറയാം. ഇൻറ്റുബോയിൻ അനഫിൽ മഗ്സല, ഞാൻ മഗ്സലയാണ്. ചിലപ്പോൾ നമ്മളോട് പറയും ഹത്ത് ഫിൽ മഗ്സല, ഐന്ദൽ മഗ്സല എന്ന് പറയും. അപ്പോൾ മഗ്സലൻ്റെ അടുത്ത് വെച്ചോ എന്നാണ്. അത് സാന്ദർഭികമായി മനസ്സിലാക്കണം. ഈ മഗ്സല എന്ന് പറഞ്ഞാൽ പിന്നെ കഴുകുന്ന ഒരു സ്ഥലം എന്നാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയ വൈനൽ മഗ്സല എന്ന് പറഞ്ഞാൽ ഇവിടെ വാഷ് ബേസ് എവിടെ എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ മഗ്സലത്തു സയ്യാറാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി കഴുകുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മഗ്സല എന്ന് സാധാരണ ലാൻഡ്രിക്ക് ഉപയോഗിക്കും. അപ്പോൾ കഴുകുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. മഹത്ത എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ. ഇതും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു വാക്കാണ് മഹത്ത എന്നുള്ളത് പൊതുവെ ഉപയോഗിക്കുന്നത് പെട്രോൾ ബങ്കിനാണ്. പെട്രോൾ പമ്പ്, പെട്രോൾ ബങ്ക് എന്തുപയോഗിച്ചാലും. അപ്പോൾ മഹത്ത എന്ന് സ്റ്റേഷന് എന്നാണ് നേരർത്ഥം. അത് ബസ് സ്റ്റോപ്പുകൾക്ക് മഹത്ത എന്ന് പറയും. പിന്നെ സ്റ്റേഷൻ എന്ന് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും, അവിടേക്ക് മഹത്ത എന്ന് ഉപയോഗിക്കാൻ പറ്റും. പൊതുവെ പെട്രോൾ പമ്പിനാണ് മഹത്ത എന്ന് പറയാം. പിന്നെ മത്ഹഫ്, അവിടെ ശ്രദ്ധിക്കണം, മഹത്ത വേറെ മത്ഹഫ് വേറെ. പണ്ടൊരാൾക്ക് അങ്ങനെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ മത്ഹഫ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മഹത്ത പറഞ്ഞത് കുറച്ച് മുന്നിലുണ്ട്. അപ്പോൾ മത്ഹഫ് എന്ന് പറഞ്ഞാൽ പിന്നെ മ്യൂസിയം എന്നാണ്. മത്ഹഫ് മ്യൂസിയം. ബൈത്ത് എന്ന് വീടിന് പറയും. അതുപോലെ ഫില്ല എന്ന് പറയും. വില്ല എന്നിൽ നിന്ന് ഉണ്ടായതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.